ഗൈസ്, വെൽക്കം ടു ലിറ്റിൽ ഏഞ്ചൽ കോഞ്ചോഫ്. സോ അപ്പോൾ നമ്മൾ ഇന്നിവിടെ വന്നേക്കുന്നതിനാൽ ഒരുപാട് പെൺകൂട്ടായ്മയുടെ പ്രയത്നഫലം കാണാനാണ്. ഇലകമാൻ ഗ്രാമപഞ്ചായത്തിലെ കുറച്ച് അമ്മമാരുടെ കൃഷി കാണാനാണ് നമ്മൾ വന്നേക്കുന്നത്. എന്താണ് അവരുടെ കൃഷി ഇപ്പം 100 മേനി വിജയത്തിലേക്കാണ് ഉള്ളത്. അപ്പം ഇവിടെ പറഞ്ഞാൽ ഓണത്തിന് സംബന്ധിച്ചിട്ടുള്ള പൂക്കൃഷിയാണ്. പൂക്കളുടെ അഴക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ സ്ത്രീകളുടെ അധ്വാനത്തെക്കുറിച്ച്. ഇനി തൊട്ട് അവരെ ഒരു മേഖലയിൽ മാറ്റി നിർത്തരുത്. നമുക്ക് ഇവരുടെ കൃഷി രീതിയെ പറ്റി ചോദിച്ചറിയാം. അമ്മമാരിപ്പം വിളവെടുക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ, നമുക്ക് അവർക്ക് ചോദിക്കാം. നമസ്കാരം അമ്മമാരെ, നിങ്ങളുടെ കൃഷി രീതിയെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഇത് തുടങ്ങാനുണ്ടായ സാഹചര്യം എന്താണ്? നിങ്ങൾ ഈ കൃഷിയിൽ സംതൃപ്തരാണോ? നമ്മൾ ഇലകം പഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങളാണ്. അപ്പോൾ നമുക്കിതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോഴത്തേക്ക് ഇലകം പഞ്ചായത്തിൻ്റെ കൃഷി ഓഫീസർ, അവിടുത്തെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ കൃഷി ഓഫീസറുടെ ഒരു കരുതലോട് കൂടിയാണ് നമ്മൾ ഈ കൃഷി ചെയ്യാൻ ആദ്യമായിട്ട് തുടങ്ങിയത്. പണ്ടൊക്കെ തമിഴ്നാട്ടിലാണ് കൃഷികളുള്ളത്, അത് നമുക്ക് കാണാൻ പോലും ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ ആ തമിഴ്നാട്ടിലെ കൃഷി നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെ കൊണ്ട് ഒക്കുമെന്ന് വിചാരിച്ച് നമ്മൾ 7 പേര് കൂടി ചെയ്തൊരു പൂന്തോട്ടമാണ്. അപ്പോൾ ഇന്ന് രാവിലെ കുറേ നമുക്ക് മല്ലികാൻ്റെയോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എനിക്ക് എന്താണ് പറയാനുള്ളത്? ഈ പൂക്കൃഷിയെ പറ്റി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും ആഭിമുഖ്യത്തിൽ നമുക്ക് ഒരു കൃഷി കൂട്ടായ്മയിൽ നിന്ന് ഒരു ഇത് തന്നതാണ്. അതായത് ഒരു ഏക്കർ 20 സെൻറ്റിലാണ് ജോലി ചെയ്യാൻ ആദ്യം പറഞ്ഞത്. അപ്പം നമ്മൾ അത് 7 പേര് കൂടെ ചേർന്ന് നമുക്ക് 1 ഏക്കർ പെരേടം എടുത്ത് പൂക്കൃഷി നടത്താമെന്നുള്ള ഒരു ഇത് വന്നു. അങ്ങനെയാണ് ഞങ്ങൾ അടുത്തുള്ള ഒരു ആൾ നമുക്ക് ആ പെരയിടം തരികയും അദ്ദേഹം നമുക്ക് ആ ഇതിനുള്ള പാട്ടത്തിന് ഈ പൂക്കൃഷി ചെയ്യാനുള്ള സ്ഥലം സംഘടിപ്പിച്ച് തരികയും അങ്ങനെ ഞങ്ങൾ 7 പേരും കൂടെ തൊഴിലുറപ്പുകാരുടെ സഹായത്തോടെ, അതായത് ആ വാർഡ് മെമ്പറും 10ാം വാർഡ് മെമ്പറും 6ാം വാർഡ് മെമ്പറും കൂടെ ചേർന്ന് നമ്മൾക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കി തന്നു. തൊഴിലുറപ്പുകാർ നമുക്ക് ആ ജോലി ചെയ്യാനുള്ള തൈ നടാനുള്ള ഇത് നിലം ഒരുക്കി തന്നു. അവരത് ചെയ്ത് നമ്മളത് തൈ അവർ തന്നെ പഞ്ചായത്ത് തന്നെ 1000 തൈ തരികയും പിന്നെ അധികം തികയാത്തത് വന്നത് നമ്മൾ 400 തൈ പൈസയ്ക്ക് വാങ്ങുകയും ചെയ്തു. അങ്ങനെ 1400 തൈകളാണ് നമ്മളിവിടെ ഈ ഇതിൽ വച്ചിരിക്കുന്നത്. എന്നിട്ട് ആദ്യം നമുക്ക് ഇതിന് ഏറ്റവും കൂടുതൽ നമുക്ക് സഹായം തന്നെന്ന് പറയുന്ന കൃഷി ഓഫീസറായ അനിൽ സാറും കൃഷി ഓഫീസറും പിന്നെ നമ്മുടെ വാർഡ് മെമ്പർ കൊച്ചുകുട്ടൻ, അതായത് അനിക്കുട്ടൻ, പിന്നെ ഉമ മെമ്പർ, അങ്ങനെ അവരിത്രയും പേരുടെ എല്ലാം സഹായവും നമ്മളെ 7 പേരുടെയും പ്രയത്നം കൊണ്ടാണ്. നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഇതിൻ്റെ വിൽപ്പന എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ വാർഡിലെ മെമ്പറാണ് നമ്മളെ കൊണ്ട് നടത്താൻ പ്രേരിപ്പിച്ചത്. ആ മെമ്പർ തന്നെ നമുക്ക് എടുക്കുന്ന ആളിനെ കച്ചവടക്കാരെ കൊണ്ടുതന്നു. മെമ്പറുടെ ഇതിൽ മെമ്പർ പറയുന്ന ഇങ്ങനെ ഓരോ ഓർഡർ പിടിച്ചു തരും. അത് അത്തപ്പൂക്കളക്കാരക്ക്, സ്കൂളുകാരക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ നല്ല ലാഭമുണ്ട്. അതുകൊണ്ട് ഓണം നമ്മൾ അടിച്ച് പൊളിച്ച് ഹാപ്പി ആയിട്ട് 7 പേരും. ബാക്കിയുള്ളവരൊക്കെ എത്താൻ പറ്റിയില്ല. രാവിലെ ഒരു ഇതൊക്കെ കച്ചവടം ചെയ്തിട്ട് വീട്ടുകളിൽ പോയി. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ അടുത്ത സെക്ഷൻ ആൾക്കാരൊക്കെ അത്തപ്പൂക്കളക്കാർക്ക് വിൽക്കാനാണ് ഇപ്പം മല്ലിയെ ഞാനിവിടെ ഇത് പറിച്ച് കൊടുക്കാനായിട്ട് വന്നു. ഇതിൻ്റെ കച്ചവടത്തിന് സപ്പോർട്ട് ചെയ്യുന്നു ഈ വാർഡിൻ്റെ മെമ്പർ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഈ വസ്തുവിൻ്റെ ഉടയൻ അവരാണ്. നമ്മളങ്ങ് പോകുമ്പോൾ ഈ വസ്തുവിൻ്റെ ഉടയനാണ് ഇതിന് വെള്ളം തരുന്നത്. ഈ പൂ ആരും കൊണ്ടുപോകാതെ ഇതിന് ഒരു ഇതാവാതെ കാത്തു സൂക്ഷിച്ച് നമുക്ക് ഇതെല്ലാം റെഡിയാക്കി തരുന്നത്. ഫുൾ സപ്പോർട്ടാണ് അവർ നമുക്ക്. പ്രത്യേകിച്ച് 7 പേരും സന്തോഷമാണ്. ഇതെന്ത് മനസ്സിന് തന്നെ സന്തോഷമാണ്. വിൽക്കുന്ന ലാഭവും ഇതൊന്നുമല്ല. നമുക്ക് 7 പേരൊക്കെ നല്ല സന്തോഷമാണ്. നല്ല കാണാനും വരും. കാരണം എല്ലാവരും തമിഴ്നാട്ടിലേ കണ്ടിട്ടുള്ളൂ, നമ്മളെ നാട്ടിലാരും ഇത് ചെയ്തിട്ടില്ല. ഇനി അടുത്ത വർഷം നമ്മൾ ഇതിൽ നിന്നും നല്ല ഇത് ചെയ്യാനാണ് ആഗ്രഹം. എനിക്കും ബാലൂസിന് സ്കൂളിൽ അത്തം ഇടാൻ വേണ്ടി കുറച്ച് പൂക്കൾ വേണം. അതിനും കൂടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഹാപ്പി ഓണം.